ഇപ്പോഴും മുംബൈ നഗരത്തിലേക്ക് ആയിരക്കണക്കിന് സ്ത്രീകളെ കടത്തിക്കൊണ്ടുവരുന്നു. ഇവരെ തേടിയെത്തുന്നവരുമായി തെരുവിൽ പരസ്യമായി ഈ സ്ത്രീകൾ വിലപേശുന്നത് കാണാം. മാറുന്ന, വളരുന്നു എന്നവകാശപ്പെടുന്ന ഇന്ത്യക്ക് ഒട്ടും യോജിച്ചതല്ല ചുവന്ന തെരുവിലെ കാഴ്ചകൾ. കാമാത്തിപുരയിൽ 14 വലിയ തെരുവുകളുണ്ട്. റോഡിന് ഇരുവശത്തും ഏത് സമയത്ത് പോയാലും സ്ത്രീകൾ നിരന്നു നിൽക്കുന്നത് കാണാം. വിൽപ്പനയ്ക്ക് തയ്യാറായി സ്വയം ഇവർ ഇങ്ങോട്ട് വന്നതല്ല. വിഷലിപ്തമായ ഒരു സംവിധാനം അതിന് പ്രേരിപ്പിക്കുകയാണ്. ലൈംഗിക തൊഴിലാളികളുടെ തെരുവായി കാമാത്തിപുര മാറിയത് 1.5 നൂറ്റാണ്ട് മുമ്പാണ്. അതിനു മുമ്പ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇത് കൂലിപ്പണിക്ക് ഇവിടെ എത്തിച്ച തെലുങ്കരുടെ താമസ സ്ഥലമായിരുന്നു. ജോലിക്കാരായി വന്നവരെ കാമാത്തികളെന്ന് വിളിച്ചു. അവർ താമസിച്ചിരുന്ന സ്ഥലം കാമാത്തിപുരയായി. ബ്രിട്ടീഷുകാരും സമ്പന്നരായ ഇന്ത്യക്കാരും ഇവിടേക്ക് പിന്നെ സ്ത്രീകളെ കടത്തിക്കൊണ്ടുവന്നു. യൂറോപ്പിൽ നിന്നും റഷ്യയിൽ നിന്നും നേപ്പാളിൽ നിന്നും നൂറുകണക്കിന് ആളുകളെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് കാമാത്തിപുരയിൽ എത്തിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം വിദേശികൾ പോയി. പിന്നീട് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മുംബൈയിൽ ഒരു നല്ല ജീവിതത്തിന്റെ സ്വപ്നം കണ്ട് കുടിയേറിയവർ മാംസച്ചന്തയ്ക്ക് ഇരകളായി. അതിൽ ഒരാളാണ് ബംഗാളിയായ നിർമ്മല. ഇഷ്ടമില്ലാതെ വന്നു. തൊഴിൽ നിർത്തണമെന്നുണ്ട്. അതിന് കഴിയുന്നില്ല എന്ന് മാത്രം. पहले भी नहीं करता था। अच्छा, तो अभी कस्टमर रोज आते हैं कि कभी कभी आते, कभी आते कभी नहीं आते, कभी 2-4 हो जाता है, कभी एक भी नहीं होता 2-3 दिन। उसमें क्या 250-300 कैसे भी, अभी वो बता नहीं सकते। जो पैसे वाले लोग रहते वो लोग तो 2-3 हजार भी दे देते। ऐसा नॉर्मल तो प्राइस है 350-400। നിർമ്മല പറയുന്ന ഈ വരുമാനം പലർക്കായി വീതിക്കണം. ദല്ലാൾമാർക്കുള്ള കമ്മീഷൻ, മുമ്പ് ഗുണ്ടാപിരിവിനെത്തുന്ന മാഫിയകൾക്കും നല്ലൊരു പങ്ക് നൽകിയിരുന്നു. സന്നദ്ധ സംഘടനകൾക്ക് മുംബൈ പോലീസിലെ നല്ല ഉദ്യോഗസ്ഥർ സഹായം നൽകുന്നു. എന്നാൽ ഇവിടെ അടുത്തുള്ള പോലീസ് ചൌക്കിയെ എപ്പോഴും ആശ്രയിക്കാൻ കഴിയില്ല. ഈ സ്ത്രീകളുടെ പണം പറ്റുന്ന പോലീസുകാരുണ്ട് കാമാത്തിപുരയിൽ. മനുഷ്യാവകാശങ്ങളുടെ ലംഘനത്തിന് അഴിമതിയും കാരണമാകുന്നു. പോലീസുകാരുടെ ചൌക്കി, പോലീസ് സ്റ്റേഷൻ അതിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ആൻഡ് ദേ ആർ വെയറിംഗ് ദിസ് യൂണിഫോം ആൻഡ് ദേ ഗോ അറൗണ്ട് ഓവർ ദെയർ. ഈ വേശ്യാലയത്തിൽ പോയി അവർ കാശും വാങ്ങിച്ചേച്ചാണെങ്കിൽ കളക്ട് ചെയ്തേച്ചാണെങ്കിൽ പോകുന്നത്. എന്നോട് പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, 13-14 വയസ്സുള്ള പെൺകുട്ടികൾ പോലീസുകാർ വന്നിട്ട് കാശ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന നേരത്തെ അവരോട് അന്നെങ്കിൽ കൈ ഇത് ചെയ്തിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇവിടുന്ന് അന്നെങ്കിൽ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകണം. പക്ഷേ അവർ പറഞ്ഞു, യു വിൽ ബി ഹാപ്പി ഓവർ ഹിയർ. So those girls I have rescued from this place. So we have got freedom, but are we really free? ഹാജി മസ്താൻ, കരീംലാല, ദാവൂദ് ഇബ്രാഹിം, മുംബൈ ഭരിച്ചിരുന്ന എല്ലാ മാഫിയ തലവന്മാർക്കും ഈ തെരുവുകളുടെ നിയന്ത്രണം ഉണ്ടായിരുന്നു. 50,000-ൽ കൂടുതൽ ലൈംഗിക തൊഴിലാളികൾ ഉണ്ടായിരുന്നു 2 പതിറ്റാണ്ട് മുമ്പ് ഇവിടെ. ഇന്നത് 2000-മേ ഉള്ളൂ എന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ മുംബൈയുടെ ആധുനിക സങ്കേതങ്ങളിലേക്ക് കൊണ്ടുവരുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുന്നു. 1,00,000-ലധികം സ്ത്രീകൾ ഈ നഗരത്തിൽ മാംസവിപണിയുടെ പിടിയിലാകുന്നു എന്നാണ് അനൌദ്യോഗിക കണക്ക്.